അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു അതിഥിയെ പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇനി ഇങ്ങനത്തെ വൈൽഡ് ലൈഫ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഗൈസ്, കേട്ടോ. ഓക്കെ, അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. ആദ്യം നമ്മളുടെ അതിഥിയെ പിടിക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളുടെ അതിഥി എന്ന് പറയുന്നത്. ഇത് തവളയാണ് ഗൈസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് ഗൈസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റൂം ഗൈസ്, കേട്ടോ. ഓക്കെ, ഇതാണ് എൻ്റെ റൂം. അപ്പോൾ അതിൻ്റെ ഇവിടെയാണ് ഒരു തവള വന്നിരിക്കുന്നത്. ഇത് കളിപ്പാട്ടം എന്ന് വിചാരിക്കും, പക്ഷെ ഇത് ഒറിജിനൽ തവളയാണ് ഗൈസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കുറേ ബുക്കും പിന്നെ എന്താ വെള്ളം, പിന്നെ ലാപ്ടോപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു പ്ലാന്റ് നമ്മളിവിടെ വെച്ചായിരുന്നു. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ ചാടിയപ്പോൾ ഇവിടെ ഇത് കുടുങ്ങി കാണും ഗേസ്. കുടുങ്ങിയോ ഇല്ലെങ്കിൽ അത് അവിടെ ഇരിക്കുകയാണ്, എന്താണ് അറിയത്തില്ല ഗേസ്, കേട്ടോ. പക്ഷേ തവള അവിടെ ഇരിക്കുകയാണ്. അത്യാവശ്യം നല്ല സൈസുള്ള തവളയാണ്, കണ്ടാൽ മനസ്സിലാവും. നല്ല ഗ്രീൻ കളറിൽ നല്ല വണ്ണമുള്ള തവളയാണ് ഗേസ്. ഇതിൻ്റെ കാലൊക്കെ കണ്ട് നല്ല നീളമുള്ള കാലാണ് ഗേസ്, കേട്ടോ. അപ്പോൾ സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്കിതിനെ ഒന്ന് റെസ്ക്യൂ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതാണ് ഗൈസ് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നമ്മളിന്നെ പ്ലക്ക് ചെയ്യും ഗൈസ്, കേട്ടോ. ഓക്കെ, പയ്യ നമ്മളിന്നെ പിടിക്കുകയാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ തവളെ പിടിച്ചിരിക്കുകയാണ്. ഇത് ചാടി പോവും ഗൈസ്, കേട്ടോ. ഓക്കെ, തവള ഇപ്പോൾ മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പയ്യ ഒന്ന് പിടിച്ചിനെ നേരെയാക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ ടവൾ നേരായിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കിയെങ്കിൽ കണ്ടോ, ഇതിനിപ്പോൾ ഏകദേശം 8 വയസ്സേ ഉള്ളൂ ഗേസ്, കേട്ടോ. 8 വർഷം പ്രായമേ ഉള്ളൂ ഗേസ്. ഇതൊരു അതിഥിയാണ് ഗേസ്, കേട്ടോ. ആണാണ് ഗേസ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ആണാണ് ഗേസ്, കേട്ടോ. ഓക്കെ, ഏത് സമയത്തും ചാടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ തവളയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഈ തവള നമ്മളുടെ കയ്യിൻ്റെ വിരലിൽ പെട്ടെന്ന് കയറി പിടിക്കും. കാരണം അത്രയും രൂക്ഷമുള്ള ഒരു തവളയാണ് ഗേസ്, കേട്ടോ. ഈ ഒരു തവള കാണാൻ നല്ല ഗ്രീൻ കളറിലിരിക്കും ഗേസ്, കേട്ടോ. ഓക്കെ, ഈ തവള നമ്മളുടെ കൈയൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഇത് കയറി പിടിക്കും. അപ്പോൾ ഇത് കയറി പിടിച്ചെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരുമാതിരി പെരുപ്പും പിന്നെ ഒരുമാതിരി വേദനയൊക്കെ അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് ഗേസ്. ഇതിൻ്റെ ചുണ്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കുറച്ച് നേരം പിടിക്കും. അപ്പോഴത്തന്നെ തന്നെ നമ്മുടെ ബ്ലഡൊക്കെ ക്ലോട്ട് ആവുകയും പിന്നെ കയ്യിൽ ഒരുമാതിരി പെരുപ്പ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ വിരലിൽ ഒരുമാതിരി റെഡിഷൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് സൂക്ഷിക്കണം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ വിരൽ കണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ വിരൽ സാധാരണ ഒരു തവളയുടെ വിരലിൻ്റെ കാട്ടി ഇച്ചിരി നീളം കൂടുതലായിരിക്കും. ഓക്കെ, കാരണം ഇതിൻ്റെ കാലിൻ്റെ ലെന്ത് കണ്ടോ, വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ തവളയ്ക്ക് നിൽക്കാനും ചാടാനും നല്ല ശക്തിയുണ്ട്. പിന്നെ ഇതിൻ്റെ ചാടുന്ന വേഗത കൂടുതലാണ്. സാധാരണ തവളയുടെ പോലും ഇച്ചിരി വേഗതയുള്ള ഒരു ഇതാണ് ഗേസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഗേസ്, ഇപ്പോൾ ഈ ഒരു അതിഥി അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഏത് സമയത്ത് അങ്ങോട്ട് ചാടാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ മുമ്പ് നമ്മൾ ഇന്ന് പിടിക്കണം ഗേസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒരുമാതിരി ഇതിൻ്റെ സ്കിന്ന് ഒരുമാതിരി റഷ് പോലെ ഇരിക്കും ഗേസ്, കേട്ടോ. ഒരുമാതിരി കണ്ടോ, ഇങ്ങനെ തൊടുമ്പോൾ നോർമൽ സ്കിന്നല്ല, ഒരു ഇച്ചിരി തൊലിയൊക്കെ ഇച്ചിരി കട്ടിയുണ്ട് ഗേസ്. തൊലിയൊക്കെ ഇച്ചിരി കട്ടിയുള്ളു. പിന്നെ ഒരു മാതിരി തൊടുമ്പോൾ നമുക്ക് ഇങ്ങനെ മുള്ളു കുത്തത്തില്ല, അങ്ങനെ പോലെ ഇതിൻ്റെ ഫീൽ ചെയ്യും ഗേസ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം കണ്ടെങ്കിൽ കണ്ടോ, ഒരുമാതിരി ഇങ്ങനത്തെ ഒരു കുത്തൊക്കെ വന്നിട്ട് ഒരു മാതിരിയാണ് ഗേസ്, കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എന്താ പിടിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, കാലിലാണ് ഇത്ര നേരം പിടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വായിൽ പിടിക്കണം. കാരണം ഇത് അറിയാമല്ലോ, ഇത് മനുഷ്യന്മാരെ നമ്മുടെ വിരൽ കണ്ട ഏത് വിരൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിന് ഇങ്ങനെ പിക്ക് ചെയ്യണം ഗേസ്, കേട്ടോ. അപ്പോൾ നമ്മൾ പയ്യെ പിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ തവളെ പിക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വായിൽ പിടിച്ചുകൊണ്ട് തന്നെ ഇനി നമ്മളുടെ വിരലിൽ
എന്തുവാ അമക്കാനുള്ള ചാൻസ് കുറവാണ് ഗേസ് കേട്ടോ. ഓ ഓ ഗൈസ് വിട്ടുപോയി. ഓ ഓക്കെ അങ്ങനെ നമ്മുടെ തവള പിടിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇവനാണ് ഗേസ് കേട്ടോ. ഇതിൻ്റെ വായ് കണ്ടോ ഗേസ് കേട്ടോ, ഇതിൻ്റെ വായ് കണ്ടോ, അത്യാവശ്യം നല്ല വായാണ് ഗേസ് കേട്ടോ. ഒരു വിരൽ കടിക്കാനുള്ള അത്രയും ശക്തി ഇതിനുണ്ട് ഗേസ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടോ ഇതിപ്പോൾ ക്യാമറയ്ക്കകത്ത് നോക്കിയാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കണ്ടോ. അത്യാവശ്യം നല്ല കറുത്ത നീണ്ട കണ്ണാണ് ഗേസ്, ഇച്ചിരി നല്ല വലിപ്പമുള്ള കണ്ണാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മൂക്ക് കണ്ടോ, ഇതാണ് ഇദ്ദേഹത്തിൻ്റെ മൂക്ക് പറയുന്നത് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് ഗേസ് കേട്ടോ. ഓക്കെ അപ്പോൾ ഈ ചെടിയിൽ നിന്നാണ് കിട്ടിയത് ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ സൂക്ഷിക്കാൻ പറഞ്ഞു, കാരണം തവള ഉണ്ട്, അപ്പോൾ പാമ്പ് ചിലപ്പം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാമ്പ് ഏത് സാഹചര്യത്തിലും ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ് ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ തവളെ നമ്മൾ റെസ്ക്യൂ ചെയ്യാം ഗേസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗേസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗേസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഗേസ് ദിസ് ഈസ് വിജയ് സൈനിങ് ഓഫ്.